ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വീട്ടിൽ പറയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ദേ ഈ കണ്ടത്തിൽ ഈ രാത്രിയിൽ പറയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് ഇങ്ങനെ പറയിടില്ലേ, അപ്പോൾ ആ സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ പിള്ളേരെ കൊണ്ടിട്ട് അവിടെ പോയി നിന്ന് പറയിടാന്ന്. അങ്ങനെ നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ ഒരുക്കുന്നു, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പറക്കി കൊടുക്കുന്ന കഞ്ഞി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വയലിൽ പറ വരുന്നത് വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് വരുന്നത്. അപ്പം ആ ഒരു സമയത്തേക്ക് നമുക്ക് റെഡിയായാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി കുറേ നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇങ്ങനെ റെഡിയായി നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ വഴിയിൽ ഫുള്ള് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുള്ളവർ എല്ലാവരും പോയി കത്തിക്കുമായിരുന്നു. ഇപ്പം പക്ഷേ അച്ഛന് വയ്യാത്തതുകൊണ്ട് അച്ഛനങ്ങനെ അങ്ങോട്ടൊന്ന് കത്തിക്കാനായിട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. വെളിയിലിരുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ വാവന്മാർ രണ്ടുപേരും റെഡിയായി നല്ല പട്ടാവടി ഉടുപ്പൊക്കെ ഇട്ട് പറയിടാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പറ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി കണ്ടത്തിലോട്ട് പോകണം. അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ചെണ്ടമേളൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പറ വന്നതായിരിക്കും എന്നാണ്. പക്ഷേ അവിടെ 64 കലാകാരന്മാരുടെ അരങ്ങേറ്റം പോണക്ക് തന്നെയാണ് കേട്ടോ. അരങ്ങേറ്റം ആണോ എന്നറിയില്ല. പക്ഷേ 64 കലാകാരന്മാരുടെ വാദ്യമല്ല, നമ്മുടെ ചെണ്ടയില്ലേ, അപ്പോൾ അതിൻ്റെ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനും കേൾക്കാനും വേണ്ടിയിട്ട്. ഉത്സവ രാമോടുകൂടി അമ്മ തമ്പുരാട്ടി ഏതാനും നിമിഷങ്ങൾക്കകം ആളുകൾ തമ്പുരാട്ടിയുടെ കുടുംബം അംബേദ്കർ നഗരസഭയുടെ കുടുംബം മണികൾക്ക് എത്തിച്ചേർന്നു.
അപ്പം നമുക്ക് 5 പറയുണ്ടായിരുന്നു കേട്ടോ. ദേവുവിൻ്റെയും ചേട്ടൻ്റെയും കുഞ്ഞിൻ്റെയും അതുപോലെ നമ്മുടെ 2 മക്കളുടെയും. അപ്പോൾ ഇത്രയും കൂടി 5 പറയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ പറയിട്ടത്. അപ്പോൾ ഞാൻ 2 പറയിട്ടു, അമ്മ ഒരു പറയിട്ടു, വാവ ഒരു പറയിട്ടു, വൈശു ഒരു പറയിട്ടു. അങ്ങനെ എല്ലാം കൂടി 5 പറയിട്ടു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഈ പൈസ കൊടുത്തിട്ടൊന്ന് ദക്ഷിണ കൊടുക്കാൻ സമയമാകുമ്പോൾ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അതും കൊണ്ടിട്ട് മുങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ കിടന്ന് തിരക്കി, അങ്ങനെ അവിടെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു മാമൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. അങ്ങനെ പിന്നെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അച്ഛൻ ദേ ഇവിടെ പ്ലാവിലേയും വിളമ്പിക്കൊണ്ടിരിക്കുന്നു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച പൈസയൊക്കെ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടാണ് പറയിടാൻ വേണ്ടി പോയത്. എനിക്ക് അങ്ങനെ പണ്ടൊന്നും അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ നോക്കി രണ്ടുപേരും വണ്ടി വരുന്നേ, വണ്ടി വരുന്നേ. അപ്പോൾ നമ്മുടെ പറ ആദ്യമേ തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങ് പോരുന്നു. അപ്പോൾ പിന്നെ കുറേ പറകളുണ്ടായിരുന്നു. ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ച് അമ്പലത്തിലോട്ട് പോയത് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ നമ്മുടെ അവിടെ നിന്നുള്ളവരെല്ലാവരും കൂടി താലപ്പൊലിയായിട്ട് റോഡിൽ വരെ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേ അവരെല്ലാവരും തിരിച്ച് പോവുകയാണ്. അപ്പോൾ വയലിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ വീട്ടിലോട്ടായിരിക്കും പോകുന്നതെന്ന്, പക്ഷേ വയലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താലപ്പൊലി എടുക്കുന്നതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പ്രൈസൊക്കെ കൊടുക്കും കേട്ടോ. സാരി, സ്വർണ്ണ നാണയം, അങ്ങനെ ഓരോരോ പ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വയലിലോട്ടാണ് കേട്ടോ എല്ലാവരും പോകുന്നത്. അപ്പോൾ ഞങ്ങളത് കാണാനൊന്നും പോയില്ല. പാവന്മാർ ഭയങ്കര ബഹളമായതുകൊണ്ട് ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി.